എത്ര? 1 കിലോ 400. 1 കിലോയിൽ എത്ര പീസ് വരും? 10 പീസെങ്കിലും വരും. ഓക്കെ, വേറെ എന്തൊക്കെ ഉണ്ട് ചേച്ചി? വേറെ ചാളയുണ്ട്, കൊഴിയാളുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ ചൂര, കാരച്ചൂരുണ്ട്. കാരച്ചൂര വന്നിട്ട് എങ്ങനെയാ റേറ്റ് ആയിട്ട് കിലോ ആയിട്ട് കൊടുക്കുകയാണ്? എങ്ങനെയാണ്? കിലോ 300 രൂപയുള്ളു. കിലോ 300 രൂപയുള്ളൂ. സൂപ്പർ ചൂരമാ. ഓക്കെ ഓക്കെ. ഭയങ്കര കട്ടിങ്ങിലാണ്. അത് എന്ത് മീൻ ചേച്ചി കട്ട് ചെയ്യണ? വലിയ സൈസ് കേര. ഫുള്ള് കേര എടുത്താ ഇന്ന് തൂക്കാൻ പറ്റുമോ? ഒരാളും കൂടെ വേണ്ടി വരുമോ? ആണോ? ഇത് എത്ര കിലോ വരും? ഇത് എത്ര കിലോ വരും കേര? 8 കിലോ വരും. ഫുള്ളായിട്ട് എടുത്താണല്ലേ? എങ്ങനെ വരും കേര? കിലോ റേറ്റ് എങ്ങനെ വരും? കിലോ 300 രൂപ. 300 രൂപ. ഓക്കെ, ഈ തല, ഈ ഒറ്റ തല എത്ര രൂപ ആവും? തിരിച്ചു കാണിക്കുക, അതിന്റെ മുഖം കാണിക്കുക. ഓക്കെ, ഈ തല എത്ര രൂപ ആവും? 300 രൂപ. 300 രൂപ തന്നെ കിട്ടും ഒരു തല. 300 രൂപയ്ക്ക് ലാഭമാണ്. നമ്മള് അടുത്ത സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റാളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. വൈകിട്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സൺഡേ ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള മീനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടാം. കണ്ടതിന് ശേഷം ചേച്ചി ചോദിച്ചു, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൂരയുണ്ട്, കൊഴിയാളയുണ്ട്, ചാളയുണ്ട്, നാടൻ ചാള, മത്തിച്ചാള, കക്കാര. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ടിച്ചൊന്ന് പറയോ, റേറ്റ് ഒക്കെ എങ്ങനെ വരുമെന്നുള്ളത്? കൊഞ്ച് കിലോ 400. കിലോ 400. കിലോ ആയിട്ടേ കൊടുക്കുള്ളൂ, കൂറായിട്ട് കൊടുക്കൂല. ഓക്കെ, അതിനുശേഷം ഈ സാധനം നെട്ടറാ, അതെങ്ങനെ വരും? ഒരെണ്ണം 300. പിന്നെ ചൂര, ഒരെണ്ണം 200. സൈസ് അനുസരിച്ചിട്ട് മാറുമല്ലേ? ഓക്കെ, അതിനുശേഷം കൊഴിയാള 400. അതിനുശേഷം പാര 8 200. പാര ഇവിടെ 8 200 ഓക്കെ, ഇതായിരിക്കുന്നു പാര CD എന്നൊക്കെ പറയും. ഓക്കെ, അതിനുശേഷം മത്തി വന്നിട്ട് ഒരു കൂറ് 100 രൂപയാണ്. കൊഴിയാള വന്നിട്ട് 100 രൂപ. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. വൈകിട്ട് വന്നു ഇപ്പം കുറയാൻ കാരണം എന്തോ? കാറ്റാണ്. ഓക്കെ, നമ്മളെ മീനൊക്കെ എവിടത്തെ ഉള്ളതാ? എല്ലാം ഏകദേശം വിഴിഞ്ഞം. അപ്പൊ ഇത്രയും സ്ഥലത്തുനിന്ന് വാങ്ങിച്ച മീനുകളാണ് ഈ ഒരു സ്റ്റാളിൽ. കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു 3-4 ചേച്ചിമാരും കൂടെ സംഭവം ഇവിടെ മീൻ വിൽക്കുന്നുണ്ട്. എല്ലായിടത്തും 100 200 ആ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് സംഭവം, റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ചോദിക്കുന്നില്ല. ഇപ്പുറത്തും ഇതുപോലെ തന്നെ ചേച്ചി കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോകുന്ന സമയത്തും ലാസ്റ്റും ഇതുപോലെ തന്നെ കുറച്ച് മീനുകൾ കാണാം. കൂടുതൽ കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. എന്നാലും സംഭവങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കാം. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? മീനൊക്കെ ഉണ്ടോ? കുറവാണ്. ഇതെങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്? ഇത് കേരയുടെ പീസ് സാധാ ചൂരയാ? ഒരു പീസ് എത്ര രൂപ? ഒരു പീസ് വന്നിട്ട് 150 രൂപയാണ്. അത് കട്ട് ചെയ്ത് വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഓരോരോ പീസുകളും. പിന്നെ ഇതൊക്കെ റേറ്റൊക്കെ എങ്ങനെ വരും? 100 രൂപ. പിന്നെ ഇതുപോലെ തല ഇങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്നതിന് മെയിനായിട്ട് കാര്യം എന്തോ? മെയിനായിട്ടും ഇതുപോലെ തല പൊളിച്ച് വെക്കുന്നതിന് മെയിനായിട്ടുള്ള കാര്യം എന്തായിരുന്നു? പച്ചയെന്ന് അറിയാൻ വേണ്ടിയാണ് മെയിൻ. സംബന്ധിച്ച് ഈ പൂവ് എളുത്തിരുന്നവര് ആരും മേടിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് കൊഴിയാളെ പച്ചയാണോ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചു വയ്ക്കുമല്ലേ തല? ഓക്കെ, അതാണ് സീക്രട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേച്ചി ഇതുപോലെ തന്നെ മീനൊക്കെ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോൾ 2 പേരും കൂടെ ഉണ്ട്. എന്തുണ്ട് അമ്മച്ചി വിശേഷങ്ങൾ? അവിടെ 2 ഐറ്റം മീനേ ഉള്ളൂ. എന്താണ് കാര്യം? എന്താണ് മേടിക്കാത്ത? തുട്ടില്ല, മീനും ഇല്ല. മീനിന് വില ഉണ്ടോ? ഇവിടെ വിലയില്ല, കടപ്പുറത്ത് വില ഉണ്ടല്ലോ. അപ്പൊ സ്വർണത്തിനും മീനിനും ഒരേ വിലയാണോ? സ്വർണത്തിനും മീനിനും ഒരേ വിലയാണെന്നാണ് അമ്മച്ചി പറഞ്ഞത്. എന്തായാലും കുറച്ച് ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ.
അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇനി കുറച്ച് ചൂരയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചേച്ചി ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നേരെ വന്നിട്ട് വിഴിഞ്ഞം പോകുന്ന വഴി, ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ആക്ച്വലി ബാലരാമപുരം പോകുന്ന വഴിയാണ്. ഇത് ആക്ച്വലി തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആ ഒരു ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ചാവടി നട എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് ഉള്ളത്.